ഓഫീസിലെ ലിഫ്റ്റ് പണിമുടക്കിയ പകൽ ഓരോ പടികളും ഓടിക്കേറുമ്പോൾ മാളവികയുടെ ഹൃദയമിടിപ്പ് ഒരു യന്ത്രതാളം പോലെ വേഗത്തിലായിരുന്നു. കിതപ്പടക്കാൻ പാടുപെടുകയായിരുന്നു അവളപ്പോഴും. പക്ഷെ ആ കിതപ്പിനേക്കാൾ ഉപരി അവളുടെ ഉള്ളിൽ ഒരൊറ്റ ഭയം മാത്രം നിഴലിച്ചു നിന്നു. ഇന്നലെ ആ റോഡരികിൽ വെച്ച് തന്നോട് അപമര്യാദയായി പെരുമാറിയ കാട്ടാളൻ എന്ന് താൻ വിളിച്ച ആ മനുഷ്യൻ തന്നെയാണോ തൻ്റെ പുതിയ ബോസ്? ആ ചിന്തയിൽ അവളുടെ തൊണ്ട ഒന്ന് വരണ്ടുണങ്ങി. നാലാം നിലയിലെ ആ വലിയ തേക്കിൻ വാതിൽ അവൾ പതുക്കെ തള്ളി തുറന്നു. അകത്ത് വിശാലമായ ക്യാബിനിൽ കസേര ജനാലയിലേക്ക് തിരിച്ചു വെച്ച് പുറത്തെ ആകാശം നോക്കി ഒരാൾ ഇരിപ്പുണ്ട്. ഗൗരവം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ അവളുടെ ശബ്ദം ഒന്നിടറിപ്പോയി. മേ ഐ കമിൻ സർ? മറുപടിയൊന്നും വന്നില്ല. പകരം ആ വലതു കൈ ഒന്ന് അനങ്ങി അകത്തേക്ക് വരാനുള്ള മൗന സൂചന നൽകി. ഗുഡ് മോർണിംഗ് സർ, ഞാൻ മാളവിക, സാറിൻ്റെ പുതിയ PA ആയി വന്നതാണ്. അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ ആ കസേര സാവധാനം തിരിഞ്ഞു. അവളുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. അത് അവൻ തന്നെയായിരുന്നു, അഗ്നിദേവൻ. അവളുടെ ഭയം നിറഞ്ഞ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കൂർത്ത നോട്ടവുമായി അവൻ എവിടെയിരുന്നു. മാളവികയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. എന്താ മാളവിക, ബാക്കി വാക്കുകളൊക്കെ വിഴുങ്ങിപ്പോഴോ നീ? എവിടെ എത്തുമ്പോൾ ഇത്ര പേടിക്കുമെന്ന് കരുതിയില്ല അല്ലേ? ഒരു പരിഹാസ ചിരിയോടെ അവൻ എഴുന്നേറ്റു. നിങ്ങളാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വഴി ഞാൻ കാലുകുത്തില്ലായിരുന്നു. ദേഷ്യം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറച്ചുപോയി. ഇതാ എൻ്റെ രാജി. ബാഗിൽ നിന്ന് അവൾ ഫോൾഡർ എടുത്ത് അവൻ തിരിഞ്ഞു. അത്ര എളുപ്പത്തിൽ പോകാമെന്ന് കരുതേണ്ട നീ. അഗ്നിദേവന്റെ ശബ്ദത്തിലൊരു തണുപ്പുണ്ടായിരുന്നു. അവൻ ടേബിളിൽ ഇരുന്ന് ഒരു ഫയൽ അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. സെപ്റ്റംബർ 22, 2025 ആ തീയതി നീ എന്തിലാണ് ഒപ്പിട്ടതെന്ന് ഒന്ന് നോക്ക് കൊച്ചേ. വിറക്കുന്ന കൈകളോടെ അവൾ ആ പേപ്പർ വായിച്ചു. 30 ലക്ഷം രൂപയുടെ പെനാൽറ്റി ബോണ്ട്. അവൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണീരോടെ അവൾ അവനെ നോക്കി. നിങ്ങളൊരു മൃഗമാണ്, ഒരു ഡൈനോസർ. നിനക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷെ 30 ലക്ഷം തന്നിട്ട്, അവൻ ക്രൂരമായി തന്നെ അവളോട് പറഞ്ഞു. പിന്നെ ഒരു വഴിയുണ്ട്. എൻ്റെ ഈ ഇടതുകാലിലൊന്ന് തൊട്ട് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറ, എങ്കിൽ ഞാൻ നിന്നെ വിടാം. അപമാനം കൊണ്ട് മാളവികയുടെ ശരീരം വിറച്ചുപോയി. ഞാൻ നിങ്ങളുടെ PA ആയിട്ടാണ് വന്നത്, അല്ലാതെ അടിമയാകാനല്ല. എങ്കിൽ പോയി എനിക്കൊരു ചായ എടുത്തു കൊണ്ടുവാ, ജോലി തുടങ്ങിക്കോ, ഐശ്വര്യമായിട്ട് തന്നെ. അവൻ അവൻ അവളോട് ക്രൂരതയോടെ പറഞ്ഞു. അപമാനത്തിൻ്റെ നീൽ അഗ്നിദേവന്റെ തൻ്റെ കാലുകൾ മേശപ്പുറത്തേക്ക് നീട്ടിവെച്ചു. ഓഫീസിൻ്റെ നടുവിൽ എല്ലാവരുടെയും മുന്നിൽ വച്ച് അവളെ അപമാനിക്കാനാണ് അവൻ്റെ ഭാവവും. മാളവിക ഒന്നും മിണ്ടാതെ നിന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ കാലുകൾ താഴെ വെച്ചു. അവളുടെ ദേഷ്യം ആസ്വദിക്കുന്ന ആ ഭാവം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷെ ആ നിമിഷം അവളുടെ ഉള്ളിൽ അച്ഛൻ്റെയും ചേച്ചിയുടെയും മുഖം തെളിഞ്ഞു. ചേച്ചി ജോലി ചെയ്യുന്ന ഈ ഓഫീസിൽ തൻ്റെ പേരിൽ ഒരു കളങ്കം ഉണ്ടാകരുതെന്ന് മനസ്സിനെ അവൾ പാകപ്പെടുത്തി. അവൾ തല താഴ്ത്തി നിന്നു. അഗ്നിദേവൻ ആജ്ഞാപിച്ചു, ആദ്യം ഒരു ചൂട് കോഫി കൊണ്ടുവാ. അവൾ കോഫിയുമായി വന്നു. ചൂട് കൂടുതലാണ്, ആറ്റിക്കൊണ്ടുവാ. അവൾ വീണ്ടും പോയി. മടങ്ങി വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ തണുത്തുപോയി, പുതിയതും ഉണ്ടാക്ക്. അവളുടെ ഉള്ളിൽ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. ഉച്ചക്ക് ലഞ്ച് ടൈമായിട്ടും മാളവിക സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ അവൻ അനുവദിച്ചില്ല. 10 വർഷം പഴക്കമുള്ള ഫയലുകൾ അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. അവയെല്ലാം ശരിയാക്കാനും ഉത്തരവിട്ടു. അഗ്നിദേവൻ ക്യാബിന് അടുത്തേക്ക് പോയി. സംസാരിക്കാൻ പോലും ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഭയപ്പെടുമായിരുന്നു. ആ സ്ഥാനത്താണ് ഒരു പുതുമുഖമായ മാളവിക നിൽക്കുന്നതും. ഓഫീസിൻ്റെ ഓരോ കോണിലും അവളെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ ഉയർന്നു കേട്ടു. എടാ, നീയൊന്ന് നോക്കിയേ. IT വിഭാഗത്തിലെ രാഹുൽ അപ്പുറത്തിരുന്ന പ്രവീണിന് തോളിൽ തട്ടി. ബോസ് ഇത്രയൊക്കെ പണി കൊടുത്തിട്ടും അവളുടെ ആ മുഖത്ത് തെളിച്ചം കണ്ടോ നീ? ശരിക്കും ഒരു സുന്ദരിക്കുട്ടി അല്ലേടാ? ആ ചുണ്ടുകൾ വിറക്കുന്നത് കണ്ടോ? എന്തൊരു ക്യൂട്ടാണല്ലേ അവൾ. പ്രവീൺ ഒരു ദീർഘനിശ്വാസത്തോടെ തലയാട്ടി. അതേടാ, വെറുമൊരു ഭംഗിയല്ലത്. ആ മുഖത്തൊരു തരം നിഷ്കളങ്കതയുമുണ്ട്. ബോസ് എന്തിനാവോ ആ ഭാവത്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്?
ഈ വർത്തമാനങ്ങളെല്ലാം തൊട്ടടുത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അഞ്ജലി. അഗ്നിദേവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാലങ്ങളായി അവളും ശ്രമിക്കുന്നതാണ്. ബോസിനെ അടുത്ത് നിൽക്കാൻ തനിക്ക് കിട്ടാത്ത അവസരം ഈ പെണ്ണിന് കിട്ടിയതും എല്ലാവരും അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നതും അഞ്ജലിക്ക് സഹിക്കാനാവുന്നില്ല. അവൾ ദേഷ്യത്തോടെ തൻ്റെ മുന്നിലിരുന്ന ലാപ്ടോപ്പിൽ വിരലുകൾ ആഞ്ഞടിച്ചു. സൗന്ദര്യം മാത്രം പോരാ പ്രവീണെ, ജോലി ചെയ്യാൻ കുറച്ചെങ്കിലും തലച്ചോറ് വേണം. വെറും ഗ്ലാമർ കാട്ടി ബോസിനെ കയ്യിലെടുക്കാമെന്ന് ആരും മോഹിക്കേണ്ട. അഞ്ജലി കണ്ണുകളിൽ പകയുടെ കനലുകൾ എരിഞ്ഞു. മാളവിക സങ്കടം കടിച്ചമർത്തി ചായക്കപ്പുമായി നടന്നു പോകുന്നത് കണ്ടപ്പോൾ അഞ്ജലി ആരും കാണാതെ തൻ്റെ കാൽ ഒന്ന് നീട്ടിവെച്ചു. മാളവിക തടഞ്ഞു വീഴാൻ പോയെങ്കിലും തലനാരിഴക്കവൾ രക്ഷപ്പെട്ടു. സമയം വൈകുന്നേരം 5 മണിയോട് അടുക്കുന്നു. ഓഫീസിലെ എയർ കണ്ടീഷണറിൻ്റെ നേർത്ത മൂളലല്ലാതെ മറ്റൊരു ശബ്ദവുമില്ല. തൻ്റെ മുന്നിലെ കുന്നുകൂടിയ ആ പഴയ ഫയലുകൾക്കിടയിൽ മാളവിക തളർന്നിരിക്കുന്നു. പൊടിപടലങ്ങൾക്കിടയിൽ നിന്നും അക്ഷരങ്ങൾ കോർത്തിണക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പുകയുന്നുണ്ടായിരുന്നു. ഓഫീസിലെ ജീവനക്കാരെല്ലാം ഓരോരുത്തരായി സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് തുടങ്ങി. ബാഗുകൾ തോളിലിട്ടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും അവർ പടിയിറങ്ങുകയാണ്. അക്കൂട്ടത്തിൽ മാളവികയുടെ കണ്ണുകൾ തിരഞ്ഞത് ഒരേ ഒരാളെ മാത്രമാണ്, തൻ്റെ സ്വന്തം ചേച്ചിയെ. ക്യാബിൻ്റെ ഗ്ലാസ് ഭിത്തിയിലൂടെ അവൾ കണ്ടു. അഞ്ജലി ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. ചേച്ചി എന്ന് മനസ്സിനുള്ളിൽ വിതുമ്പിയെങ്കിലും മാളവികയ്ക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഒന്ന് നോക്കുമെന്നും കൂടെ വരാൻ പറയുമെന്നും അവൾ വെറുതെ മോഹിച്ചു. എന്നാൽ അഞ്ജലി തൻ്റെ സഹോദരിയെ കണ്ട ഭാവം പോലും നടിക്കാതെ അഹങ്കാരം കലർന്ന ഒരു ഭാവത്തോടെ ലിഫ്റ്റിലേക്ക് അടുത്തേക്ക് നടന്നുപോയി. സ്വന്തം രക്തത്തിൽ നിന്നും ഏറ്റ ആ അവഗണന മാളവികയുടെ ഉള്ളിൽ സങ്കടത്തിൻ്റെ ഒരു പെരുമഴയ്ക്ക് കാരണമായി. അഗ്നിദേവൻ തൻ്റെ ലാപ്ടോപ്പിൽ വിരലുകൾ ചലിപ്പിക്കുമ്പോഴും ഇടയ്ക്കിടെ അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സമയം 5:30 ക്യാബിന് ഇരുട്ട് പകർന്നു തുടങ്ങിയിരുന്നു. മാളവിക പതിയെ കസേരയിൽ നിന്നിറങ്ങി അവൻ്റെ മേശക്കരികിലേക്ക് ചെന്നു. ശബ്ദം ചായത്തിക്കൊണ്ട് അവൾ ചോദിച്ചു, സമയം 5:30, ഞാൻ പൊക്കോട്ടെ? അഗ്നിദേവൻ തൻ്റെ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ അങ്ങേയറ്റം ഗൗരവത്തിൽ ഇംഗ്ലീഷിലായി മറുപടി നൽകി. ലിസൺ മാളവിക, യു ക്യാൻ ലീവ് അറ്റ് 6 PM ആൻഡ് നോട്ട് എ മിനിറ്റ് ബിഫോർ ദാറ്റ്. ഇഫ് യു കനോട്ട് ഫോളോ മൈ ടൈംസ് യു ആർ ഫ്രീ ടു ക്വിറ്റ് റൈറ്റ് നൗ. അവൻ്റെ വാക്കുകൾ ഒരു അന്ത്യശ്വാസം പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി. 30 ലക്ഷത്തിൻ്റെ എമൗണ്ട് ഓർമ്മയുള്ളത് കൊണ്ട് അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. 6 മണിവരെ ഓരോ നിമിഷം എണ്ണിക്കൊണ്ട് അവൾ അവിടെ തളർന്നിരുന്നു. ഓഫീസിൽ നിന്നും ഓടിയിറങ്ങിയ മാളവിക കിതപ്പോടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. നേരം ഇരുട്ടി തുടങ്ങിയതും കൂട്ടിന് ആരുമില്ലാതെ ആ സന്ധ്യാസമയത്ത് ഭയവും സങ്കടവും അവളെ പൊതിഞ്ഞിരുന്നു. ആൾത്തറയിലേക്കുള്ള ആ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ അവളുടെ മുന്നിലൂടെ ഇഴഞ്ഞു നീങ്ങി. അതിൽ അഞ്ജലിയായിരുന്നു. സീറ്റിൽ ചാരിയിരുന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് അഞ്ജലി സ്റ്റോപ്പിൽ തനിച്ചു നിൽക്കുന്ന അനിയത്തിയെ കണ്ടു. മാളവികയുടെ കണ്ണുകളിൽ പ്രതീക്ഷ വിരിഞ്ഞു. ചേച്ചി ഓട്ടോ നിർത്തി തന്നെയും കൂടെ കൂട്ടുമെന്ന് അവൾ കരുതി. പക്ഷേ അഞ്ജലി ആ നിമിഷം തൻ്റെ മുഖം വെട്ടിച്ച് അപ്പുറത്തേക്ക് തിരിഞ്ഞു. സ്റ്റോപ്പിൽ നിന്നിരുന്ന ആളുകളുടെ നോട്ടം മാളവികയിലേക്ക് മാറി. തൻ്റെ സ്വന്തം സഹോദരി തന്നെ അപരിചിതയെ പോലെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്ന് പൊട്ടിപ്പോയി. അഞ്ജലിയുടെ ആ നോട്ടത്തിൽ മാളവികയോടുള്ള പുച്ഛവും വിജയഭാവവും തെളിഞ്ഞു നിന്നു. ചുറ്റുമുള്ളവർ അടക്കം പറയുന്നതായി അവൾക്ക് തോന്നി. ആൾക്കൂട്ടത്തിൽ നടുവിലും താൻ എത്രമാത്രം ഒറ്റപ്പെട്ടവളാണെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. കണ്ണുനീർത്തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങിയിട്ടും അവൾ അത് തുടച്ചില്ല. മഴ പെയ്യാൻ വെമ്പി നിൽക്കുന്ന ആകാശത്തിന് താഴെ അപമാനഭാരത്താൽ തല കുനിച്ചു നിൽക്കുന്ന ഒരു പെൺരൂപമായി അവൾ അവിടെ തനിച്ചായി.